ഞാനിപ്പോ എന്തെങ്കിലൊക്കെ കഞ്ഞിണ്ടാക്കി വേണമെന്നൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ടായാലും മതി. നാളെ ഞാൻ കുറച്ച് അടിക്കാണ്ട് അതൊക്കെ ഒന്ന് ചെയ്യട്ടെട്ടാ. ആ ചെക്കൻ അവിടെ ഇല്ലേ? ആ ട്യൂഷന് പോയിക്കാ. അതെ. ആ ഇത് ഞാൻ അന്ന് വന്ന് കണ്ടില്ലേ ആദ്യത്തെ ദിവസം. അന്ന് തന്നെ എനിക്ക് മനസ്സിലായിരിക്കുന്നു. ആ സ്പാർക്ക് കിട്ടിയപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ച് ഇത് ഞാൻ വളച്ചൊടിച്ച് ചാക്കിലാക്കുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തൊരു വീരിയായിരുന്നു ആദ്യം. പക്ഷെ ഞാന് ആ കല്യാണത്തിന്റെ സമയത്തൊക്കെ കണ്ടതാണ്. പക്ഷെ ഇനിയിപ്പൊ അതാണ്ട് സുന്ദരിയായതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പുറത്തല്ലേ, നമ്മൾ പ്രവാസികളല്ലേ, വല്ലപ്പോഴല്ലേ നാട്ടിൽ വരുള്ളൂ. ഇപ്പൊ കണ്ടപ്പോഴാണ് സംഭവം അടിപൊളി. തടി ഒന്നും കൂടി കുറച്ചോ. പിന്നെ ഞാൻ ഇന്നങ്ങോട്ട് വരട്ടെ. ആടോ എന്തിലാവട്ടെ, ഈ സമയമാകുമ്പോ വിളിക്കും. ഞാൻ വരാം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, മക്കളൊക്കെ ഉറങ്ങിക്കോളില്ലേ. ഈ സമയം പറഞ്ഞാൽ മതി, ഞാൻ കറക്റ്റ് ടൈമിന് എത്താം. ഓക്കെ ഓക്കെ ഓക്കെ. ചിരി ഒന്നുമില്ല. ഞാൻ ആദ്യം കണ്ടപ്പോ തന്നെ ഉറപ്പിച്ചില്ലേ. എന്ത് എന്തേലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ അതിനെ പറ്റിയിട്ടില്ലേ? ഓൻ പറഞ്ഞതൊക്കെ ഇപ്പൊ സത്യാന്ന് മനസ്സിലായില്ലേ. ഇപ്പൊ ഗുളികയുടെ സഡേഷനിലല്ലേ കിടക്കണ? അതിന് രാവിലെ പൊന്തുള്ളൂ. നീക്കില്ലല്ലോ. അറിയോ? ഗുളിക കഴിച്ചിണ്ടാവില്ലേ? ഗുളികയൊക്കെ ഞാൻ വായിലിട്ട് കൊടുക്കുന്നതല്ലേ, കയ്യും കാലും കൊണ്ടൊന്നുമില്ലല്ലോ. മറക്കൂ. എന്നാലും നിങ്ങൾ എങ്ങനെ എന്നെ വളച്ചെടുത്ത്? ഞാൻ ഈ കാര്യത്തിലേ PhD എടുത്ത ആളാണ്. ഇത് തന്നെ ഏട്ടൻ പറഞ്ഞേ, നിങ്ങൾ ഇക്കാര്യത്തില് കുറച്ച് PhD ആണ്, നിങ്ങളൊരു ഗിരിരാജയാണ്. പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് തോന്നിയിട്ടുണ്ടോ അത് പറയുന്നുള്ളത്. കാരണം ഓനെ അറിയാൻ ശരിക്കും. അല്ല, ആ വന്ന ദിവസം തന്നെ എന്തിനാ എന്റെ കയ്യില് കയറി പിടിച്ചേ? ഒരു സ്പാർക്ക് കിട്ടാൻ വേണ്ടിട്ട്. അങ്ങനെ ഒരു സ്പാർക്ക് ഇട്ട് കൊടുത്താ അവിടെ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുക ആദ്യം. അന്ന് ഞാൻ ഏട്ടന്റെ മുന്നിലായതുകൊണ്ടാ ചൂടാവാഞ്ഞ്. എന്നിട്ടിപ്പ ചൂടാവാതില്ലടോ. എന്ത് കൊറേ കാലായാലും ഇപ്പൊ അങ്ങനെ തളർന്ന് കിടക്കണം. എങ്ങനെയായിരുന്നു ഇതൊക്കെ സഹിച്ചിരുന്നത്? സഹിക്കാനാണോ പണി? എല്ലാ സഹനവും മാറ്റിത്തരാൻ എന്റെ പൊന്നേട്ടപ്പ വന്നില്ലേ? അതിപ്പോഴല്ലേ. നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ നല്ല ചെക്കന്മാരൊക്കെ ഉള്ളതാണ്. കളയ്ക്കും. എന്നാലേ ഇതുവരെ എന്നെ ആരും കാണിച്ചിട്ടില്ല. നിങ്ങൾ ആദ്യമായിട്ട് വന്ന ദിവസം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങളും പറയണത് തന്നെ. എല്ലാ പെണ്ണുങ്ങളും പറഞ്ഞോട്ടെ. അതുപോലെയാണോ ഞാൻ? ആർക്കറിയാ, വിശ്വസിക്കുന്നു. എന്നാ വിശ്വസിക്കണ്ട. അല്ല അങ്ങനെ പറയല്ലേ. എന്തായാലും എന്റെ കൂട്ടുകാരനാണ്, ഞാൻ അവനോട് ചെയ്യണത് കുഴപ്പമൊന്നുമില്ലല്ലേ. ഒന്നും വയ്യാറ്റാണല്ലോ. ഇനിയിപ്പൊ ആ ഒരു പശ്ചാത്താപം എനിക്കും കൂടി തന്നോ? ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞ ഇവിടെ ഞാനൊരു 2 വിട്ടിട്ടൊരു ധൈര്യത്തിന് വന്നത്. അത് കാരണം നന്നായി. ഇപ്പൊ എന്തായാലും നേരം വഴിക്കുന്നില്ല, പോട്ടെ. നാളെ വരുവാ? ഇനിയിപ്പോ ഡെയിലി വരാം. എന്നാ ശരി. ആ വടക്കുറത്തെ വാതിൽ തുറന്നിട്ടുണ്ട്, അതിലൂടെ പോയിക്കാം. നീയൊന്ന് വന്നോ കൂടെ. ശരി ശരി. പോവാൻ തോന്നുന്നില്ല.